അല്ലേ, മുങ്ങിയും കുനിച്ചിരുന്നാ പോരാ. ആണ്ടെ, ഇതെല്ലാം കൂടി എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നേച്ചും മൂടും തിരിഞ്ഞു പോന്നാ പോരാ. ആണ്ടെ, കാപ്പി കൊണ്ട് വെക്കുമ്പോഴേ കണ്ണുപൊക്കി ഇങ്ങനെ ഒന്ന് നോക്കണം. ആണ്ടെ, ഇങ്ങനെ ഒന്ന് നോക്കണം. അപ്പോഴറിയാൻ ചെറുക്കന്റെ ഉള്ള്. പെണ്ണിനെ പിടിച്ച മുന്നിക്ക് തിരിച്ചു നോക്കും, അല്ലേ വല്ലയിടത്തോട്ട് നോയിക്കൊണ്ടിരിക്കും. ആ, ഇനി ആമ്പ്രന്നോമാരുടെ മനസ്സറിയാൻ പഠിക്കണം. മറിയാമോ, നീ അതവിടെ വെച്ചേ. അല്ലെ, പടുതി കണ്ട നിന്നെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് തോന്നുമല്ലോ. എവളല്ലേ ഇതും എടുത്തോട്ട് പോണ്ടേ? ഇതെല്ലാം കൂടെ എങ്ങനെ അവള് തന്നെ എടുത്തോണ്ട് ചെല്ലുന്നേ? ഇപ്പോഴാണ് അവര് കൈ കഴിയേച്ചു വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെക്കാമല്ലോ എന്ന് കരുതി. ദേ, എന്തവേലും ചോദിച്ചാ ഉടനെ ചാടിക്കേറി കാര്യം പറഞ്ഞേക്കരുത്. മുങ്ങി കുനിച്ചു നിന്ന് കണ്ണും കൊണ്ടൊന്ന് നോക്കണം. എന്തവേലും ചോദിക്കോ മാമേ? പിന്നെ ചോദിക്കത്തില്ലയോ? പെണ്ണിന് മിണ്ടാൻ പറ്റുന്നയാന്നോന്ന് അറിയണ്ടായോ? എന്തായിരിക്കും ചോദിക്കുന്നേ? വളർന്ന ആമ്പിള്ളേരല്ലയോ, പല്ലും ഒക്കെ ചോദിക്കും. അതിനെന്തവാ? ആ, എത്ര നാളത്തെ അവധിയാ? 1 മാസം കഴിച്ചുണ്ട്. 40 ദിവസമാണോ? അല്ല, 34 ദിവസത്തെ അവധിയും ജേണി പീരീഡും. അത് ശരി. ഈ ജേണി പീരീഡ് എത്ര ദിവസം കിട്ടും? 1 വേ 6 ദിവസം. ശരിക്കും നോക്കി 5 ദിവസം മതിയാവും. ബേബിച്ചൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നിന്ന്. ഉണ്ട്. എന്തവാ? എന്തുവാ കുഞ്ഞേ? അതോ, അച്ചായൻ പട്ടാളത്തിൽ ഇരുന്നിട്ടുണ്ട്. നേരാ ബേബിച്ചൻ പറയുന്നേ. 1943 ചേർന്നു. 47 ആവുമ്പോഴത്തേക്കും പിരിഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. മറിയാമോ? എന്തോ? ആ, എന്തിയടി അവള്? ചേടാ, അവളെ കാണാനെ കൊണ്ടല്ലോ എല്ലാരും വന്നേക്കുന്നേ. വിളിച്ചോണ്ടാട്ടെ. അതല്ലയോ, കാര്യങ്ങൾ അതിന്റെ മുറയ്ക്കങ്ങ് നടക്കട്ടെന്ന്. ഇന്നാ കൊണ്ടു കൊടുക്ക. ഇങ്ങാട്ടെ ചെല്ലേ. കാപ്പി കുടിച്ചോണ്ടാട്ടെ. കുടിച്ചോണ്ടാട്ടെ. അപ്പനില്ലാത്ത കുഞ്ഞാ. ഇന്നും കണ്ട് എവള് കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ച് വളർത്തുന്നോളുമല്ല. എന്ന് വെച്ചാ വീട്ടിലേക്ക് വേണ്ട എന്തുവാന്ന് അറിയിച്ചാ വളർത്തിയെന്ന്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ എന്റെ കുഞ്ഞു വളർന്നേ. ആർക്കും ഒരു കുറവും പറയാതെയും കണ്ട് ഉള്ള എന്തുവാന്ന് വെച്ച് കഴിയുന്ന സ്വഭാവം അവിടെ. കാർത്തികപ്പള്ളിന്ന് അച്ഛൻ വന്ന ആലോചന വെച്ചപ്പോഴ് മനസ്സൊരുകുന്ന കർത്താവ് കണ്ടയാന്നാ തോന്നിയേ. ചെക്കനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്തെങ്കിലും ചോദിച്ചോ?
നിന്നെ നോയിക്കൊണ്ടിരുന്ന് കാണും അല്ലയോ? ഷോ ഈ അമ്മമ്മയ്ക്ക് എന്തവാ? ഒന്ന് പോവാ അമ്മമ്മേ. ശാന്തമോ എന്തിയേ? ആണ്ടേ അതോട് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാട്ടെ. എന്തിയേ നീ? അല്ലേ ഇവിടെ നിന്നാൽ എങ്ങനെയാ കൊച്ചേ? ചെല്ലേ, അങ്ങോട്ട് ചെല്ലാനൊന്ന്. അമ്മമ്മേ ചെല്ലേ. എന്റെ കർത്താവേ. അല്ലേലും അവക്ക് ഇഷ്ടമല്ലാതെ വരുവോ മോനെ? പറയാനുള്ള മടി കൊണ്ടാ. അല്ലേലും ഇണക്കോന്ന് പറയുന്ന അതാമാവാ. പറഞ്ഞൊപ്പിച്ചേച്ചും പണം വച്ചേച്ചും ഒന്നും ഉണ്ടാകാത്തേ അതാ. അത് കർത്താവ് തമ്പുരാൻ കൂട്ടി ഇണക്കുന്നതിൻ്റെയാ. അല്ല, നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ, കർത്താവ് തീരുമാനിക്കുന്നയാ വലുത്. ഉം. പിന്നെ ബേബിച്ച, ഞങ്ങൾക്കുള്ള എന്തുവാന്നൊക്കെയും അറിയുകയും പറയുകയും വേണം. അത് വലിയ നിർബന്ധമാ. ശേടാ, അതിന് ഇതല്ലല്ലോ സമയം. അടുത്ത ആഴ്ച ഇവിടുന്ന് ആരേലും അങ്ങോട്ട് വന്നാട്ടെ. പിന്നെ തീയതി ഉറപ്പിക്കാനും എഴുത്തു പോരാനും ഞങ്ങൾ ആരേലും ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. എല്ലാത്തിനും ഒരു മുറയില്ലയോ മാവാ? അതാ പറഞ്ഞ എല്ലാം മുറ പോലെ അങ്ങോട്ട് നടന്നാട്ടെ. ആ, അയ്യോ ഇതെന്തുവാ? ഇനിയും കഴിക്കാനെ കൊണ്ട് എവിടെ ഇടം? എന്തായാലും വയറ് നമ്മളെ ആന്നേ. അതെ ബേബി. ആ, പത്രോസേ, ഓ ആണ്ടെ ആ തോർത്തിങ് എടുത്തേ. ആ കൊണ്ടുവച്ചോട്ടെ. അതേ, വീട്ടിൽ വല്ലവരും വന്നാ ഒന്നും ചോദിക്കാനെ കൊണ്ടില്ലയോ? എന്നോടൊന്നും ചോദിക്കാനെ കൊണ്ടില്ലയോന്ന്? എന്നോടൊന്നും ചോദിക്കാനെ കൊണ്ടില്ലയോന്ന്? എന്നാ പിന്നെ എനിക്ക് ചോദിക്കാനുണ്ട്. എന്തവാ? അതേ, മുഖം കണ്ടേച്ചു അല്ലേ എന്തുവേലും ചോദിക്കണ്ടേ? എന്തവാ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞേ. അത് വേറൊന്നുമല്ല. ഇനിയിപ്പം മാവനും ഇണങ്ങരും എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്ന കാര്യമാ പറയുന്നേ. അതിപ്പോഴ് വേറൊന്നുമല്ല. അവര് വരട്ടെന്ന് പറയാലോ ശാന്തമ്മോ? രായച്ചായൻ തീരുമാനിക്കും പോലെ ആട്ടെ. ശാന്തമ്മ,
രായ്ച്ചായ, ശാന്തമോ, രായ്ച്ചായൻ വിഷമിച്ച എന്തോയിനാ? ഞാൻ മനസ്സിൽ വിഷമിച്ച് നീ അറിഞ്ഞ എങ്ങനാ? ഈ മനസ്സൊന്നെന്താ എനിക്കറിയാം. ശാന്തമോ, എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ വിഷമാ. എന്തോയിനാ മനസ്സ് നീറ്റുന്നേ? നീ ഇത്രയും കാലം കഴിഞ്ഞ് എങ്ങനെയാന്ന് ഓർത്തപ്പോഴാ എനിക്ക് വിഷമം വന്നേ. അതിനെന്തുവാ? ഞാൻ വിഷമിച്ചതിനൊക്കെ ഫലം ഉണ്ടായില്ലയോ? ഒടുക്ക രായ്ച്ചായൻ വന്നില്ലയോ? ആണ്ടെ, ഈ കണ്ണിലുണ്ട്, ചിരിക്കുമ്പോഴും ഉണ്ട്. ഉള്ളിലെ നോവ് എനിക്ക് കാണാം, നേരായിട്ടും കാണാം. ഇത്രയും കാലവും ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നോ? അതാ. ശാന്തമേ, ഇനി എന്റെ കണ്ണടയും വരെ നീ വിഷമിക്കത്തില്ല, വിഷമിപ്പിക്കത്തില്ല ഞാൻ. രാജമോനെ, ഉം. അല്ലേ ഇത് എന്തോ ഉറക്കമാ? ആണ്ടെ, എഴുതിച്ച് കട്ടിലേക്ക് കിടന്നാട്ടെ. പിന്നെ കിടക്കുമ്പോ വിളക്കം കാണിച്ചേക്കണേ. ആ.
എന്താവാ മീന് അല്ലേ? മുള്ളനും ചൂരയാന്നല്ലോ. നല്ല പച്ചമാങ്ങ പൂളിയിട്ട് ഇവനെ അങ്ങോട്ട് തേങ്ങ അരച്ച് വെക്കണം. ഫസ്റ്റ് മീനല്ലയോ? നല്ല കുളമ്പുളിയും കൂടെ ഇട്ടാ എന്താ വാന്നാ നല്ല ചൊവ്വാന്നിരിക്കത്തില്ലയോ? കറി വെന്ത് കഴിയുമ്പോ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേച്ച് ചോറിനകത്തിട്ട് ഇളക്കി കുഴച്ചങ്ങോട്ട് തിന്നണം. ജോണിച്ചായ, എന്താ വാടി? എന്താ വാന്ന്? ജോണിച്ചായൻ എപ്പോഴും തിന്നുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ വാടി വേണ്ടേ? നീ തന്നെ പറഞ്ഞാട്ടെ. ഫസ്റ്റ് ഞാനാന്നെ അങ്ങ് പനച്ചുമൂട്ടിന്ന് വന്നേക്കുക. വന്നച്ച് മരവും ചാരി നിൽക്കുക. അപ്പോഴുണ്ട് അവൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണ്ടെ ഞാൻ ഇവിടെ നിപ്പില്ലയോടി. എന്നാ എന്നെ നോക്കിക്കൊണ്ടിരുന്നാ പോരെയോ നിനക്ക്? അപ്പൊ അതല്ല, പിന്നെ ഞാൻ തിന്നുന്ന കാര്യം പറയുന്നതിന് എന്നെ ദൂഷ്യം പറഞ്ഞ കാര്യമുണ്ടോ? കാര്യമുണ്ടോന്ന്? അപ്പോഴ് ഞാൻ പറഞ്ഞൊന്നും ജോണിച്ചായൻ കേട്ടില്ല അല്ലയോ? കേൾക്കാതിരിക്കാനെ കൊണ്ട് എനിക്ക് വല്ല കേടുണ്ടോ? ഇതിനാന്നോ നീ എഴുത്തുവിട്ടെ? എനിക്ക് പേടിയാവുന്ന. നീ ചുമ്മാ ഇരിയടി പെണ്ണേ. നിനക്ക് പറ്റത്തില്ലെന്ന് പറയണം. അപ്പാപ്പൻ ഇന്നലെ മാത്ത മുതലാളിയുടെ അടുത്തുനിന്ന് കായ് വാങ്ങിന്നാ കേട്ടെ. എനിക്ക് എന്തുവാ പറ്റുന്ന? അല്ലേലും ഞാനൊന്നും ഇല്ലാത്തവളല്ലയോ. ആരേലും ഉണ്ടായിരുന്നേ വല്ലവരുടെയും വടക്കെടുത്ത് പോയി നായയുടെ കണക്ക് കിടക്കാൻ പോവോ? നായെ കട്ടി നശിച്ച ജന്മം എന്റെ. എനിക്കിനി നീ വേണ്ടായിനം വിളിച്ച് പറയല്ലേ. നിനക്ക് മാത്ത മുതലാളിയുടെ വീട്ടിൽ വേലയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയണം. ഞാനോ ജോണിച്ചായ? ആന്ന് നീ തന്നെ. എന്താ പറ്റത്തില്ലയോ? പറ്റണോടി. നീ കാലത്ത് മുതൽ അന്തിക്ക് വരെ വേലയ്ക്ക് പോയച്ചില്ലയോ ആ വീട്ടിൽ വെള്ളം അനത്തുന്നേ? പിന്നെ എന്തോ പറ്റുമെന്നാ വല്ലോം പറഞ്ഞ? എനിക്ക് വല്ലവരോടും പറയാനൊക്കോ? എല്ലാരും പറയുന്ന കേക്കേണ്ടയാ എന്റെ വേല. അതിന് കടപ്പെട്ടവളായി പോയില്ലയോ ഞാൻ? ജോണിച്ചായ, ആരും ഇല്ലാത്തവര് ഈ ലോകത്തെ ഉള്ള എല്ലാവരോടും കടപ്പെട്ട ജീവിക്കുന്ന. റീത്തായെ, നിനക്കാരും ഇല്ലയോ? ഇപ്പോഴും നിനക്കാരും ഇല്ലയോ? നിനക്കറിയാവോന്നറിയത്തില്ല. ലോകത്ത് എല്ലാരും ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവരുടെ മനസ്സ്. ലോകത്തിൽ തൻ്റെയായിട്ട് ഒന്നുമില്ല. സ്വന്തം വിയർപ്പും കൊണ്ട് ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവര്. അവർക്ക് ചുറ്റിനും കാണുന്നതെല്ലാം വല്ലവരുടേതായിട്ടേ തോന്നുള്ളൂ. ആണ്ടേ, ഈ ആകാശം പോലും വല്ലവരുടേതുവാ. ജോണിച്ചേന് സ്വന്തമായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ലയോ? ജോണിച്ചേന് അമ്മച്ചി ഇല്ലയോ? അപ്പച്ചനില്ലയോ? പിന്നെ 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 സ്വന്തമായിട്ടൊരു വെമ്പറം നോത്തിയുണ്ട് ഇല്ലയോ? സ്വന്തമായിട്ട് നമ്മൾ വല്ലതും ഉണ്ടാക്കും. എൻ്റെ മനസ്സിൽ ചില പരിപാടികളുണ്ട്. നമ്മൾ ഒന്നിച്ച് മണ്ണിപ്പണിയെടുക്കും. എന്നുവെച്ചൊരു തലമുറ കഴിയാനുള്ള നമ്മൾ അധ്വാനിച്ചുണ്ടാക്കും. ആരുടെ മുന്നിൽ നിന്നും പറയും, ആടെ ഈ വിതച്ചേക്കുന്ന നമ്മുടെ വിയർപ്പാന്ന്. മണ്ണിലോ? ഏത് മണ്ണില? നമുക്ക് മണ്ണ് എവിടാ ചോണിച്ചായ? എടി റീത്തപ്പെണ്ണെ, നമുക്കും ഉണ്ടടി ഇച്ചിരി മണ്ണ്. എൻ്റെ അമ്മച്ചിയുടെ പേരില് അമ്മച്ചിയുടെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പേ എഴുതിച്ച ഇച്ചിരി ഭൂമി വിറ്റേച്ച് അപ്പം വയനാട്ടിൽ ഒരു കാപ്പിത്തോട്ടം വാങ്ങിയിട്ടുണ്ട്. അതെൻ്റെ അമ്മച്ചിയുടെ മണ്ണാ. ജീവൻ കിടക്കാനും വേണ്ടിയുള്ള എപ്പോഴും പെറ്റ വയറ് കരുതിയേക്കെന്ന് പറയുന്നത് നേരാ. വയനാടോ? അതെവിടാ? ഒത്തിരിയും ദൂരെയാ. അങ്ങ് വടക്ക്. വടക്കെന്ന് വെച്ചാ അങ്ങ് വടക്ക്. രാത്രിയും പകലും കഴിഞ്ഞ് യാത്ര ചെയ്യണം. അവിടെ അന്നേ നമ്മളെ ആരും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല ആരെയും. പുത്തൻ ജീവിതമാണ് നമുക്കവിടെ. ഞാൻ വന്ന് വിളിച്ച നീ ഇറങ്ങി വരുമോ എൻ്റെ കൂടെ? ജോണിച്ചായ, ചോദിച്ചതിന് സമാധാനം പറ. വരും, എവിടെ വിട്ടായാലും വരും. ഞാനിപ്പോ പോവാ.
പ്രാവശ്യം വരും ഞാന്, ഓർത്തോണ്ടിരുന്നോ.